പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ SSLC ബാച്ചിന്റെ 50 വർഷം പൂർത്തിയാക്കിയ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് 1974-75 വർഷത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെയും അവരുടെ ഓർമ്മകളുടെയും മനോഹര നിമിഷങ്ങളാണ്. ഓർമ്മകളുടെ ഈ വർണ്ണ പൊലിമയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അറിവിന്റെ വെളിച്ചം വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ സ്വന്തം സമ്പാദ്യമെല്ലാം സമർപ്പിച്ച ആ മഹാവ്യക്തിത്വത്തെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ സദസ്സിന് തുടക്കം കുറിക്കാം. ഏക്കർ കണക്കിന് പരന്നുകിടക്കുന്ന ഭൂമിയും വിശാലമായ കെട്ടിടങ്ങളും അടങ്ങിയ ഈ സ്കൂൾ സമുച്ചയം ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സൗജന്യമായി സർക്കാരിന് വിട്ടുകൊടുത്ത ത്യാഗധനനായ ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് തന്റെ സ്വത്ത് മുഴുവൻ ഒരു നാടിന്റെ ഉന്നമനത്തിനായി സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും നിസ്വാർത്ഥമായ സ്നേഹവുമാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ അക്ഷരമുറയ്ക്കും അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത ആ സമർപ്പണത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഈ സ്മരണാഞ്ജലി ചടങ്ങിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ചില സൗഹൃദങ്ങൾക്ക് 50 വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാലം മായ്ക്കാത്ത സ്നേഹബന്ധങ്ങളുടെയും മാഞ്ഞുപോകാത്ത ഓർമ്മകളുടെയും മധുരം അരനൂറ്റാണ്ട് മുൻപ് ഞങ്ങൾ വിട ചൊല്ലിയ പ്രിയ കലാലയം. മൂക്കുതല ഹൈസ്കൂൾ എന്ന ഈ പടവുകളിലേക്ക് വീണ്ടും ഒരു സുവർണ ജൂബിലി യാത്ര. മൂക്കുതലയുടെ മണ്ണിൽ അറിവിന്റെ വെളിച്ചം പരത്തിയ ഈ വിദ്യാലയം ഇന്ന് വലിയൊരു സ്ഥാപനമായി വളർന്നിരിക്കുന്നു. കെട്ടിടങ്ങളും കാഴ്ചകളും മാറിയെങ്കിലും ഇവിടത്തെ കാറ്റിന് ഇപ്പോഴും ആ പഴയ സൗഹൃദത്തിന്റെ ഗന്ധമാണ്. അതാ ആ പഴയ കൂട്ടുകാർ വീണ്ടും എത്തുന്നു. പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ, സ്ഥാനമാനങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ അവരെല്ലാം വീണ്ടും ആ പഴയ കുട്ടികളായി മാറുകയാണ്. ഇവിടെയാണ് മൂക്കുതല ഹൈസ്കൂളിന്റെ ഹൃദയമിടിപ്പ്. നെല്ലിമരങ്ങളുടെ ഈ തണലിൽ എത്രയോ കഥകളും രഹസ്യങ്ങളും ഒളിച്ചു വച്ചിരിക്കുന്നു. ഈ മരച്ചുവടുകൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ പഴയ കൂട്ടായ്മയുടെ മധുരം കുറയാതെ ഇരിപ്പുണ്ട്. ഓരോ നടവഴിയും ഓരോ ഓർമ്മയാണ്, ഓരോ കെട്ടിടവും ഓരോ കാലഘട്ടമാണ്. 50 വർഷങ്ങൾക്കിപ്പുറം ഈ മുറ്റത്ത് ഒരുമിച്ച് നടക്കുമ്പോൾ നഷ്ടപ്പെട്ട ബാല്യത്തെ വീണ്ടെടുക്കുന്ന അനുഭൂതിയാണ് ഓരോരുത്തർക്കും. ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്, ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ വർഷങ്ങൾക്കിടയിൽ മൂക്കുതല ഹൈസ്കൂളിലെ കെട്ടിടങ്ങളെല്ലാം മാറിമറിഞ്ഞു. നവീകരിച്ച ക്ലാസ് മുറികളും അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കാലം എത്ര മാറിയാലും മാറ്റത്തിന് വഴങ്ങാതെ ഓർമ്മകളെ തലോടിക്കൊണ്ട് ഇന്നും ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഒന്നുണ്ട്. അതാണ് ഞങ്ങൾ പഠിച്ച ഈ കരിങ്കൽ ഹാൾ. ഈ ഹാളിന്റെ ഓരോ കരിങ്കൽ ചുമരിനും ഞങ്ങളുടെ ബാല്യത്തിന്റെ ചൂടുണ്ട്. പുതിയ കെട്ടിടങ്ങൾക്കിടയിലും ഞങ്ങളുടെ ഓർമ്മകൾക്ക് ഇന്നും ഇരിപ്പിടമൊരുക്കുന്നത് ഈ ഹാളിന്റെ തണുപ്പാണ്. കാലം മായ്ക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ഈ കരിങ്കൽ ഹാൾ ഇന്നും ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. താഴ്മതാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതെൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് ഔവൺ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരനൂറ്റാണ്ടിന്റെ സൗഹൃദബന്ധം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹപാഠികൾ സംഗമ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഓർമ്മകൾ തളിരിട്ട ഈ മുറ്റത്തേക്ക് അവർ ഒറ്റയ്ക്കല്ല, സ്നേഹബന്ധങ്ങളുടെ തണലായ തങ്ങളുടെ കുടുംബങ്ങളെ കൂടി സാക്ഷിയാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും എത്തിച്ചേരുന്നത്. കഴിഞ്ഞുപോയ കാലം അവരവരുടെ തിരക്കുകളിലേക്ക് നമ്മെ വലിച്ചെറിഞ്ഞിരിക്കാം. എങ്കിലും ഈ വിദ്യാലയമുറ്റത്തെത്തുമ്പോൾ എല്ലാവരും വീണ്ടും ആ പഴയ കൂട്ടുകാരായി മാറുകയാണ്. അന്നത്തെ സൗഹൃദത്തിന്റെ ചൂടറിയാൻ പുതും തലമുറയും ഒപ്പം ചേരുന്നു. തങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പഴയ കലാലയം കാണാൻ അവരുടെ കുട്ടിക്കാലം നിറഞ്ഞു നിന്ന മുറ്റമറിയാൻ മക്കളും പേരക്കുട്ടികളും അവരോടൊപ്പം നടന്നു നീങ്ങുന്നു. ഈ കാഴ്ചകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും നേർചിത്രമാണ്. ഈ പുനഃസമാഗമത്തിന് സാക്ഷിയാവുന്ന ഓരോ ഹൃദയത്തിനും നന്ദി. ഗുരുനാഥൻ
ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവൻ ആചാര്യൻ ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നോൻ പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ ഓർമ്മകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കാഴ്ചകളിലേക്ക് നോക്കൂ. നമ്മളെ അക്ഷരം പഠിപ്പിച്ച, കളിച്ചും ചിരിച്ചും നടന്ന ഈ ചുവരുകൾ. 5 പതിറ്റാണ്ടുകളുടെ ചരിത്രം ഈ കെട്ടിടങ്ങൾക്ക് പറയാനുണ്ടാകും. അതുപോലെ തലമുറകൾക്ക് തണലേകിയ ഈ വലിയ മരങ്ങൾ. ഇവിടുത്തെ നിശബ്ദ സാക്ഷികളാണിവർ. കാലം ഒരുപാട് മാറിയിട്ടും നമ്മുടെ ബാല്യത്തിന്റെ എല്ലാ കളിച്ചിരികളും ഈ മരച്ചില്ലകളിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. ഈ മണ്ണിൽ ചവിട്ടി നിന്നാണ് നമ്മൾ ഓരോരുത്തരും ലോകത്തെ സ്വപ്നം കണ്ടത്. അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചലമധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരോ. നമസ്തേ ഗതതർഷ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരോ. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ.
എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. ഇതാ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷത്തിനായി മനോഹരമായി അലങ്കരിച്ച ഈ വേദി ശ്രദ്ധിക്കുക. എല്ലാ കാഴ്ചകളെയും ഉൾക്കൊള്ളാൻ തയ്യാറായി അത് ഇവിടെ പ്രൗഢിയോടെ നിൽക്കുന്നു. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടായി നിന്നെൻ്റെ കൂട്ടം പിരിക്കുവാൻ കുത്തിത്തിരിപ്പുമായി കൂടെയുണ്ട്. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചു പോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈ. വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകൾ പുതുക്കാനായി അവർ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികൾ ഓരോരുത്തരും രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് എത്തിച്ചേരുകയാണ്. എത്ര പേർ വന്നു എന്ന് അറിയാനുള്ള ഒരു ഉദ്യമം മാത്രമല്ലിത്. കാലം മായ്ക്കാത്ത സൗഹൃദങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ആദ്യത്തെ സന്തോഷ നിമിഷം കൂടിയാണിത്. പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പ്രത്യേക ചിരി ശ്രദ്ധിക്കൂ. ഓരോ രജിസ്ട്രേഷനും ഓർമ്മകളുടെ ഈ വലിയ പുസ്തകത്തിലെ ഒരു പുതിയ പേജാണ്. അണിഞ്ഞൊരുങ്ങിയ മികച്ച ശബ്ദ സംവിധാനത്തിൽ നിന്നുള്ള നേരിയ മുഴക്കം ഇവിടെ കേൾക്കുന്നുണ്ട്. അവസാന ഘട്ട ഒരുക്കങ്ങൾക്കായി ഞങ്ങളുടെ സഹപാഠികൾ അവിടെയും ഇവിടെയും ചടുലതയോടെ ഓടി നടക്കുന്നു. ഓരോ കോണുകളും ഓരോ ഫ്രെയിമുകളും കൃത്യമാക്കുന്നു. തിരശീല ഉയരാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. എന്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. കൂടെ നടന്നിട്ടു ജീവിതപാതയിൽ ഏകനായെന്നെ വിട്ടോടിടുന്നോർ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയുണ്ട്. എൻ്റെ തോളേറിയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെയാണ്. ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയുണ്ട്. എൻ്റെ തോളേറിയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെയാണ്. പിന്നിലായി നിന്നെൻ്റെ കുതികാലു വെട്ടുവാൻ തക്കവും തന്ത്രവും മെനയുന്നവർ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും
തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ, തോൽക്കില്ല ഞാൻ. തോൽക്കില്ല എന്നെൻ്റെ ഉള്ളിൽ കുറിച്ച നാൾ കണ്ടു ഞാൻ വിജയത്തിനരുണോദയം. കണ്ടു ഞാൻ വിജയത്തിനരുണോദയം. ഇന്ന് ഞായറാഴ്ച ഒഴിവു ദിനത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ച് സ്കൂൾ യൂണിഫോമിന്റെ കെട്ടുപാടുകളില്ലാതെ കളിക്കളത്തിൽ വിയർപ്പൊഴുക്കിയതിന്റെ സംതൃപ്തി ഈ സ്കൂളിലെ തന്നെ മിടുക്കരായ 2-3 വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അടുത്ത മത്സരത്തിനായി പ്രത്യേക പരിശീലനം കഴിഞ്ഞു വരുന്നതാകാം. കളി തീർന്നു എങ്കിലും ആവേശം കെട്ടടങ്ങിയിട്ടില്ല. വീശിയടിക്കുന്ന കാറ്റിൽ അവരുടെ കിതപ്പും അടുത്ത കളിക്കായുള്ള സ്വപ്നങ്ങളും കേൾക്കാം. അവരുടെ കൈകളിലിരിക്കുന്ന ഫുട്ബോൾ ആ വിജയക്കൊതിയുടെ സാക്ഷ്യമാണ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇന്നത്തെ ഓരോ ഗോളും ഓരോ കിക്കുകളും അവരുടെ മനസ്സിൽ ഒരു തിയേറ്റർ പോലെ വീണ്ടും കളിക്കുന്നുണ്ടാകാം. ഇരുളിൻ മറനീക്കി പുലരിയുടെ പ്രകാശം പരക്കും പോലെ ഈ സദസ്സിനെ ഭക്തിയിൽ ആറാടിച്ചുകൊണ്ട് ഔദ്യോഗികമായ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതാ പ്രാർത്ഥനാഗീതം മുഴങ്ങുന്നു. ഈ വേദിയിൽ ഈ പുണ്യനിമിഷത്തിൽ ഓരോ മനസ്സും ഒരുപോലെ ചേരുന്നു. ദൈവാനുഗ്രഹത്തിനായി കൈകൾ കൂപ്പാം. ഈ മംഗളകരമായ തുടക്കത്തോടെ ഇന്നത്തെ ആഘോഷത്തിന് വർണ്ണപ്പകിട്ടേകാൻ സമയമായി.
ജീവിതത്തിന്റെ പടവുകൾ ഒരുമിച്ച് കയറിയ, ഒപ്പം ചിരിച്ച, ഒരേ സ്വപ്നങ്ങൾ കണ്ട നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികൾക്കായി ഈ വേളയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ലോകത്തോട് വിട പറഞ്ഞ, ഓർമ്മകളിൽ എന്നും നമ്മോടൊപ്പമുള്ള ആ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അതെ, സ്വാഗത പ്രസംഗത്തിനായി ഊഷ്മളമായ വാക്കുകളുമായി ശ്രീ വിജയൻ സി ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നു. പരിപാടിയുടെ ലക്ഷ്യം, നമ്മുടെ കൂട്ടായ്മയുടെ പ്രാധാന്യം, ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന്റെ മൂല്യം. വിജയൻ സിയുടെ വ്യക്തവും ശക്തവുമായ വാക്കുകൾ ഈ വേദിക്ക് പുതിയ ഒരു ഉണർവ് നൽകുന്നു. ഇവിടെ ആരുടെയും പ്രസംഗത്തിന്റെയും വോയിസ് കൊടുക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചുരുക്കി പോവുകയാണ്. ശ്രീ വിജയൻ സി തന്റെ സ്വാഗത പ്രസംഗം തുടരുകയാണ്. ഈ വേദിയിലെ ഓരോ സാന്നിധ്യത്തെയും അദ്ദേഹം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ പഴയ നല്ല ഓർമ്മകളെക്കുറിച്ചും ഈ സൗഹൃദം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ ഒത്തുചേരലിന്റെ ലക്ഷ്യം, ഭാവിയിലെ നമ്മുടെ കൂട്ടായ യാത്ര എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുന്നു. ആശംസകൾ. വിജയൻ സിയുടെ വാക്കുകൾ ഈ പരിപാടിക്ക് മികച്ച അടിത്തറ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വേദിയിലുള്ളത് നമ്മുടെ സെക്രട്ടറി ശ്രീ ശശിധരനാണ്. കൃത്യതയോടെയും വ്യക്തതയോടെയും ഒരു വർഷത്തെ സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം സദസ്സിന് മുന്നിൽ വയ്ക്കുന്നു. അതോടൊപ്പം നടന്ന പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളുടെയും വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് നമ്മുടെ ഗ്രൂപ്പ് എത്രമാത്രം സജീവമായിരുന്നു എന്നതിന്റെ തെളിവാണ്. കണക്കുകൾക്കിടയിലും അദ്ദേഹം മറക്കാത്ത ചില ഗൃഹാതുരമായ ഓർമ്മകൾ. ആ പഴയ ദിനങ്ങളെ അദ്ദേഹം വൈകാരികമായി ഈ നിമിഷം ഓർത്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിലുള്ളത് ഇതേ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അധ്യാപകൻ വേലായുധൻ മാഷാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും അർത്ഥവത്തും കാലിക പ്രസക്തിയുള്ളതുമാണ്. ഇന്നത്തെ പുതുതലമുറയുടെ ഭാവി, മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില വിഷയങ്ങളാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ചും അദ്ദേഹം ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. നന്മയുടെയും നേർവഴിയുടെയും പാഠങ്ങൾ അച്ഛനമ്മമാർക്ക് പകർന്നു നൽകുന്ന വേലായുധൻ മാഷിന്റെ ഈ സുദീർഘ വാക്കുകൾ നമ്മോടുള്ള കരുതൽ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഗുൽമോഹർ ഗ്രൂപ്പിന്റെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സമയം കൃത്യം 11:30 മണിയായിരിക്കുന്നു. കാര്യങ്ങളുടെ ഗൗരവം മാറ്റിവെച്ച് സൗഹൃദത്തിന്റെ ചൂടിലേക്ക് മടങ്ങാനുള്ള സമയം. ഇതൊരു സാധാരണ ഇടവേളയല്ല, ഇതൊരു സൗഹൃദ നിർമ്മിതിയുടെ സമയമാണ്. ചൂടുള്ള ചായയുടെ മണം അന്തരീക്ഷത്തിൽ പരക്കുമ്പോൾ പ്രസംഗവേദിയിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളും പഴയ തമാശകളും പങ്കുവച്ച് അവർ കൂട്ടം കൂടുന്നു. ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു ഒത്തുചേരലിന്റെ യഥാർത്ഥ വിജയമാണ്. ചായയുടെ മധുരം പോലെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്.
മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ പകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമല മധുനുകരാനാ പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. എന്തു മധുരമേ ഓർമ്മകൾക്ക്. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. അമ്മയും അച്ഛനും മുത്തച്ഛനും പിന്നെ അലിവിന്റെ നിറവാർന്ന മുത്തശ്ശിയും കുസൃതിക്കുരുന്നിനെ കൊതിയോടെടുക്കുവാൻ അയലത്തെ വീട്ടിലെ അമ്മമാരും
കൊഞ്ചിക്കുഴഞ്ഞേറെ ലാളിച്ചു പൈതലിൻ കൈകാൽ വളർന്നു കരുത്തരായി. വെയിലേറ്റു മഴ കൊണ്ട് കൂട്ടുകാരൊന്നിച്ച് ആടിയും പാടിയും എത്ര കാലം. അമ്മയോടടിയേറ്റ കുസൃതിയും വികൃതിയും അച്ഛന്റെ പൊന്നായിരുന്ന കാലം. വിദ്യാലയത്തിലെന്നാദ്യമായി പോയതും ഉച്ചയ്ക്കു കഞ്ഞിയും പയറും കഴിച്ചതും ഓണത്തിനോലപ്പൂവട്ടിയിൽ തുമ്പയും മുക്കുറ്റിപ്പൂവും നിലാവും നിറച്ചതും അക്ബറും അഗസ്ത്യനും പിന്നെ ഞാനും നമ്മളൊന്നായി വളർന്നൊരു പൂർവകാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. വിഷുനാളിലമ്മയെ കണി കണ്ടുണരുമ്പോൾ മാലപ്പടക്കത്തിനറ്റത്തു തീവച്ച് ഓടിക്കിതച്ചൻ മുറ്റത്തു വീണതും തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിച്ചതും കുഴിയാനയ്ക്കായി പുര ചുറ്റും ചികഞ്ഞതും വർണ്ണ പൂമ്പാറ്റകളപ്പൂപ്പൻ താടികൾ വാഴപ്പൂങ്കൂമ്പിലെ തേനുണ്ണുവാൻ വന്ന അണ്ണാറ കണ്ണനും വവ്വാൽ കറുമ്പനും അയലത്തെ തൊടിയിലെ മാങ്കൊമ്പിൽ പാടുമ കുയിലും മധുവേറും. ഇടവേള കഴിഞ്ഞ് വേദി വീണ്ടും ഉണർന്നിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ ഗൃഹാതുരമായ ഓർമ്മകൾക്ക് വേണ്ടിയുള്ളതാണ്. പഴയ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. തങ്ങൾ പഠിച്ച ക്ലാസ് മുറികൾ, കളിസ്ഥലങ്ങൾ, അന്നത്തെ കുസൃതികൾ, കാലം മായ്ക്കാത്ത ആ പഴയകാല അനുഭവങ്ങൾ അവർ സദസ്സിന് മുമ്പായി പങ്കുവയ്ക്കുന്നു. ഓരോ കഥയിലും ചിരിയും ചിലപ്പോൾ കണ്ണീരും അന്ന് നമ്മൾ പങ്കുവച്ച സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകൾ സൗഹൃദത്തിന്റെ വേരുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം.
വേദി ഇപ്പോൾ നൃത്തത്തിന്റെ താളത്തിലേക്ക് മാറുകയാണ്. ഇതാ കേരളത്തിന്റെ തനത് കലാരൂപമായ തിരുവാതിരക്കളി വേദിയിൽ അണിഞ്ഞൊരുങ്ങുന്നു. നമ്മുടെ തന്നെ ഒരു സഹപാഠിയുടെ കൂട്ടുകാരികൾ ഈ മനോഹരമായ കലാരൂപം അവതരിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നതാണ്. അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താള ചുവടുകളോടെ കൈകൊട്ടിച്ചിരിയുമായി ഈ സുന്ദരിമാർ അത്യന്തം മനോഹരമായി തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നു. ഈ വർണ്ണാഭമായ പ്രകടനം നമ്മുടെ ഈ ഒത്തുചേരലിന് കൂടുതൽ മാറ്റേകുന്നു. വേദിയിൽ ആവേശം ഒട്ടും ചോരാതെ പ്രകടനങ്ങൾ തുടരുകയാണ്. വീട്ടമ്മമാരും നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും അവരുടെ നിറസാന്നിധ്യം വീണ്ടും ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നു. നൃത്തമായാലും പാട്ടായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഭംഗിയോടെയും അവർ ഓരോ പ്രകടനവും കാഴ്ചവെക്കുന്നു. ഭാവി വാഗ്ദാനങ്ങളായ ഈ കുരുന്നുകളുടെ പ്രകടനം ഈ ഒത്തുചേരലിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും കയ്യടികളിലൂടെ നമുക്ക് പ്രോത്സാഹനം നൽകാം. ഇനി എല്ലാവർക്കും വിശപ്പടക്കാം. സൗഹൃദം നിറഞ്ഞ ഒരു സദ്യ. ഇതാ വിഭവസമൃദ്ധമായ നമ്മുടെ നാടൻ സദ്യ തയ്യാറായിരിക്കുന്നു. വാഴയിലയിൽ പലതരം കറികളോടും കൂട്ടുകളോടും കൂടി വിളമ്പിയ ഈ വിരുന്നിൽ കേരളത്തിന്റെ തനത് രുചി നിറഞ്ഞു നിൽക്കുന്നു. ചിരിയും തമാശകളുമായി പുതിയ അടുപ്പങ്ങൾ സ്ഥാപിച്ചും പഴയ അടുപ്പങ്ങൾ ഊട്ടിയുറപ്പിച്ചും എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ ആസ്വദിക്കുന്ന ഈ രംഗം ഇത് ഒത്തുചേരലിന്റെ പൂർണ്ണതയാണ്. രുചിയുടെ ഈ ഉത്സവം ഏറെക്കാലം ഓർമ്മകളിൽ തങ്ങി നിൽക്കും. സദ്യയുടെ സന്തോഷത്തിനിടയിലും നാം മറ്റൊരു പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ വേദിയിൽ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച കൊച്ചു കലാകാരന്മാർക്ക് ഇപ്പോൾ ഉപഹാരങ്ങൾ നൽകുകയാണ്. ഈ പരിപാടിക്ക് മാറ്റുകൂട്ടിയ അവരുടെ പ്രതിഭയെ ആദരിച്ചുകൊണ്ട് നന്ദി സൂചകമായി ഓരോ ഉപഹാരം കൈമാറുന്നു. ഈ മധുരമൂറുന്ന ഓർമ്മകൾ എന്നും അവർക്കൊരു തുണയാവട്ടെ. ഈ കലാകാരന്മാർക്ക്
എല്ലാവിധ ആശംസകളും. വേദിയിൽ നമ്മുടെ കൊച്ചു കലാകാരന്മാരെ ആദരിക്കുന്ന ശുഭ നിമിഷത്തിലേക്ക്. ഈ വേദിക്ക് അഴകേകിയ മറ്റ് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഉപഹാരം വിതരണം ചെയ്യുന്നു. അവരുടെ ഓരോ പ്രകടനവും അധ്വാനത്തിന്റെയും പരിശീലനത്തിന്റെയും ഫലമാണ്. ഈ പ്രോത്സാഹന സമ്മാനങ്ങൾ അവർക്ക് ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രചോദനമാകട്ടെ. ഈ കലാകാരന്മാർക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കണ്ണോട് കാണുന്നത്
കലാപരിപാടികളുടെ മനോഹാരിതയ്ക്ക് ശേഷം വേദി ഇപ്പോൾ ആവേശത്തിന്റെ അങ്ങേയറ്റത്തേക്ക്. ഇതാ നമ്മൾ കാത്തിരുന്ന കസേരകളിയുടെ ആവേശകരമായ നിമിഷങ്ങൾ തുടങ്ങുന്നു. സ്ത്രീകൾ ഒരു വശത്തും പുരുഷന്മാർ മറ്റൊരു വശത്തുമായി വേർതിരിഞ്ഞ് വിജയിക്കാൻ വേണ്ടിയുള്ള വാശിയേറിയ മത്സരത്തിൽ ഏർപ്പെടുന്നു. സംഗീതം നിലയ്ക്കുമ്പോൾ കസേരയ്ക്കായുള്ള പരക്കം പാച്ചിൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആവേശം ഇരട്ടിക്കുന്നു. ചിരിയും വാശിയും കയ്യടിയുമായി ഈ കസേരക്കളി ഇന്നത്തെ ഒത്തുചേരലിന് ഒരു തികഞ്ഞ വിനോദ നിമിഷം കൂടി സമ്മാനിച്ചു. ഇതാ ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും ആവേശകരമായ നിമിഷം. നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണിത്. ലക്കി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 2 ഭാഗ്യശാലികളെ ഇവിടെ തിരഞ്ഞെടുക്കും. ഈ വേദിയിലുള്ള ആരെയും തേടി സമ്മാനം എത്താം. ആകാംക്ഷയുടെ ഈ നിമിഷം ആരാണ് ആ 2 ഭാഗ്യശാലികൾ? നമുക്ക് നോക്കാം. വിജയികളാകുന്നവർക്ക് അമൂല്യമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ മനോഹരമായ ഒത്തുചേരൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും ചേർന്ന് കരിങ്കൽ ഹോളിനടുത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ മനോഹരമായ ഓർമ്മകൾക്ക് ഒരു ദൃശ്യരൂപം നൽകാനായി ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന നിമിഷങ്ങളാണിത്. ഈ ചിത്രം കാലമെത്ര കഴിഞ്ഞാലും ഞങ്ങളുടെ ഈ അടുപ്പത്തിന്റെ സാക്ഷ്യമായി നിലനിൽക്കും. ഇനിയുള്ള ഓരോ യാത്രയ്ക്കും വിട. വീണ്ടും കാണാം എന്ന ഉറപ്പോടെ എല്ലാവരും പരസ്പരം യാത്ര പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ബൈ.